ഒരു യാത്രക്കിടയിൽ യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണ് ഈ കാളവണ്ടി. അന്വേഷണത്തിൽ തിരുവനന്തപുരത്ത് അവശേഷിക്കുന്ന ഏക കാളവണ്ടി ഇതാണെന്നറിഞ്ഞു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പെട്ടിയോട്ടയും അതുപോലുള്ള ചെറിയ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അന്ന് മരച്ചിനിയും തടിയും വിറകുമൊക്കെ ചെറിയ റോഡുകളിലൂടെയൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത് ഇതുപോലുള്ള കാളവണ്ടികളാണ്. കാളയ്ക്ക് പഴം വളരെ ഇഷ്ടമാണെന്ന് കാളവണ്ടി ഓടിക്കുന്ന ആൾ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ചെന്ന് 2 കിലോ പഴം വാങ്ങിച്ചുകൊണ്ടുവന്ന് കാളയെ ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇവർ നിസ്സാരക്കാരൊന്നുമല്ല. ഒരു 100 വർഷത്തിന് മുമ്പ് വരെ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മൊത്തം കൈയടക്കി വച്ചിരുന്നത് ഇവരായിരുന്നു. 10-50 വർഷം മുമ്പ് വരെ ചരക്കുകളും വഹിച്ചുകൊണ്ട് രാജപ്രൗഢിയോടെ നടന്നിരുന്ന ഇവർ ഇന്ന് യുവതലമുറയുടെ കൗതുകമായി മാറി. കാളവണ്ടി കൊണ്ടു നടക്കുന്ന ആളിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം വരെ മാത്രമേ ഈ വണ്ടിയുടെ പ്രവർത്തനം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊന്നും താല്പര്യമില്ല. ഒരു പിൻഗാമിയെ കിട്ടാത്തതിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിയും. ഒരു കാലത്ത് ഇതൊരാവശ്യമായിരുന്നു എങ്കിലും ഇന്ന് മൃഗങ്ങളോടുള്ള ക്രൂരതയല്ലേ എന്നും ചിന്തിച്ചു. ഇന്ന് എവിടേക്ക് വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ചെറിയ വാഹനങ്ങളുടെ സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ പിന്നെ മിണ്ടാപ്രാണികളെ ഒഴിവാക്കേണ്ടതല്ലേ? വരും തലമുറയ്ക്ക് കാളവണ്ടികൾ പുരാവസ്തുവായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ തൻ്റെ സുഖസൗകര്യത്തിനു വേണ്ടി ചെയ്തിരുന്ന ഈ ക്രൂരത ഇതോടെ അവസാനിക്കട്ടെ.